ഞങ്ങളുടെ ആദ്യത്തെ കരിമീനെ കിട്ടിയിട്ടുണ്ട് കേട്ടാ. അടുത്ത് പിടിയാമ്പാ. ഇങ്ങനെ നോക്കി നടക്കണം. ഞാനും ഏതാങ്കൂട്ടരും കൂടിയേ രാവിലെ എന്നെ ഇവൻ കിടത്തണില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം വറ്റിച്ചിട്ടിരിക്കണായിരുന്നു. ഇവിടുത്തെ ചെമ്മീൻ കെട്ടി മീൻ പിടിക്കണം, എന്നെ മീൻ പിടിക്കാൻ കൊണ്ടുപോകില്ല എന്നൊക്കെ പറഞ്ഞ് ശല്യം കാരണം ഇതേ വെളുപ്പം കാലത്ത് എഴുന്നേറ്റ് വന്നേക്കനാണ്. ആളുകളൊക്കെ ആ സൈഡിൽ നടന്ന് മീൻ പിടിക്കുന്നുണ്ട്, ഞങ്ങൾ ഈ സൈഡിൽ നടന്ന് മീൻ പിടിക്കുന്നുണ്ട് അല്ലേ തന്നെ. ഇവിടെയൊക്കെ ആളുകൾ ഫിൽട്ടർ ചെയ്തിട്ട് പോയ സ്ഥലമാണ്. ഞങ്ങൾ ഫിൽട്ടർ ചെയ്ത് പോയ സ്ഥലത്ത് മൊത്തം വീണ്ടും നോക്കണല്ലേ തന്നെ. എന്നാലും കിട്ടും, കരിമീനല്ലേ, അവൻ എവിടെയെങ്കിലുമൊക്കെ പാത്തിരിക്കും. ഞങ്ങൾ നോക്കി നടന്നപ്പോൾ അതേ ഒരു കാരച്ചെമ്മീൻ കണ്ടോ, ഞാൻ പിടിക്കാതാനെ. സൈസ് ഉണ്ട്, പഞ്ഞിയാടാ. ചത്ത് വന്നിട്ട് അവൻ പാവം. വാ ഞങ്ങൾ നടന്ന് വിഷമിച്ച് മീനൊന്നും കിട്ടണില്ല. മീനൊക്കെ ആളിൽ തീർത്തല്ലേ താനെ. ഏതേതാ പോട്ട്. ആ പോട്ടെ, വള്ളിപ്പൂവിനെ എടുക്കണ്ട പോട്ടെ. ഈ ചെമ്മീൻ കെട്ടിലെ മീൻ പിടുത്തം ഇന്നത്തെ കൊണ്ട് അവസാനിക്കണേ. ഈ ചെമ്മീൻ കെട്ടിലല്ല, നമ്മുടെ അടുത്ത ചെമ്മീൻ കെട്ടുകളൊക്കെ, വലിയ ചെമ്മീൻ കെട്ടുകളൊക്കെ ഇന്നത്തെ ദിവസം കൊണ്ടിട്ട് ഏകദേശം അവസാനിക്കും. ഇനി ഒരു 6 മാസം ഇതിങ്ങനെ വെറുതെ നെൽകൃഷി ചെയ്യണമെന്നാണ്. പക്ഷേ നെൽകൃഷിയൊന്നും നടക്കില്ല, അതിങ്ങനെ വെറുതെ കിടക്കും. വീണ്ടും അതിന് ശേഷമാണ് വീണ്ടും ചെമ്മീൻ കൃഷി സ്റ്റാർട്ടാവുന്നത്, അടുത്ത ഒക്ടോബർ 15. അതിന് മുന്നേ തന്നെ ചെമ്മീൻ കൃഷികൾ ഒരുക്കങ്ങളൊക്കെ നടക്കും. എന്നാലും അതുവരെ നമുക്ക് ഇതിനകത്ത് മീനൊക്കെ പിടിച്ച് നടക്കാം. ഇത് അങ്ങനെ വന്നപ്പോൾ ഒരു കരിമീൻ ചത്തതാണോ ചീഞ്ഞതാണോ, ചത്തതാണ്, പക്ഷേ ചീഞ്ഞിട്ടുണ്ടാവും. ഇതേപോലെ ഈ പായലിൻ്റെ ഇടയിലൊക്കെ കുറേ കരിമീനുകളൊക്കെ പെട്ടുപോയിട്ടുണ്ടാവും. അതൊന്നും നമ്മുടെ കയ്യിൽ പെടിയല, നമ്മുടെ കയ്യിൽ ആരെങ്കിലും പെടിയല. അവന്മാർ ഈ കരിമീൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം വറ്റിയാൽ അവന്മാരുടെ ചെറിയ കുഴികൾ കണ്ട, ഈ ഇതിൻ്റെ കുഴികളുണ്ടല്ലോ ഇവിടെ, ഇതെല്ലാം മീനിൻ്റെ കുഴികളാണ്. ഇതിനകത്ത് തന്നെ ഇരിക്കും. നമ്മളെപ്പോലെയുള്ള ആരെങ്കിലുമൊക്കെ തിരഞ്ഞു വന്ന് പിടിച്ചാൽ മാത്രമേ അവനെ പിന്നെ കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ പറഞ്ഞു വന്നത് മീൻപിടുത്തം അവസാനിക്കേണ്ടത് ഈ ദിവസം. അപ്പോൾ ഇന്നലെയൊക്കെ ഇതിനകത്ത് നല്ല മീനായിരുന്നു. ഇന്നലെ ഇഷ്ടംപോലെ മീനുകൾക്ക് ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു വലക്ക് തന്നെ ഒരു ലോഡ് മീനൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെമ്മീൻ കെട്ടിൽ കുറേ പണിയുമായിരുന്നു. ഏതാനാണെങ്കിൽ ഇന്നലെ പള്ളിയിലൊക്കെ പോകേണ്ടിയായിരുന്നു, സൺഡേ ആയിരുന്നല്ലേ. എന്നാൽ വാ നടക്ക്. ഇപ്പം നാളെ വിഷുവാണ്, അതിൻ്റെ തലേന്നത്തെ ദിവസമായതുകൊണ്ട് തന്നെ മീനിനൊക്കെ ഇച്ചിരി കിട്ടിയാൽ മതി, നല്ല വിലയായിരിക്കും. ഞങ്ങളാണെങ്കിൽ മണ്ടന്മാർ നമ്മുടെ ചെമ്മീൻ കെട്ടിന് മീൻ പിടിച്ചുകൊണ്ടേ കൊടുക്കണ്ടതിന് ഇവിടെ ഉള്ള പാടമൊന്നും ഇറങ്ങി മീനും ഇല്ലാണ്ട് കിടക്കാൻ. ഇന്നത്തെ ദിവസം കൊണ്ട് കുറച്ച് മീനിൻ്റെ വിലയൊക്കെ കിട്ടുന്നത്. ആ നേരത്തെ പാടം നമ്മുടെ ചെമ്മീൻ കിട്ടുന്ന മീനൊക്കെ പിടിച്ച് കൊടുക്കേണ്ടതിന് ഈ മരമണ്ടൻ്റെ വാക്കും കേട്ട് ഞാൻ ഇറങ്ങിയതാ. കൊക്കുകളുടെ ചാകരെ. ഏടാ ഇത് കണ്ട, അധികം നേരെ ചത്തായില്ലെന്ന് ചോദിച്ചാൽ ചത്താടേ. ആ ചത്തിട്ടില്ല ഏട്ടാ, ഞാനും വെറുതെ ചത്തതായിരിക്കുന്നു. അങ്ങനെ നമുക്ക് വീണ്ടും ഒരു കരിമീനെ കിട്ടിയിരിക്കുകയാണ് മച്ചാന്മാരേ. നമ്മ തകർത്ത്. ഈ മീൻ ജീവനുണ്ടാന്ന് നോക്കിയേ, ദേ നോക്ക്, ദേ പൊക്കി എടുക്കാതിനാ നീ എന്ത് ചത്താത്. ഇവിടെ ഇഷ്ടംപോലെ പൊടി മീനുകൾ ഓടി നടപ്പുണ്ട്. ഒരു വട്ടവലെടുത്ത് പോയാൽ കറയ്ക്കുള്ള സാധനങ്ങൾ ഇഷ്ടംപോലെ കിട്ടും. പക്ഷെ ഞങ്ങളുടെ ലക്ഷ്യം കരിമീനായത് കൊണ്ടിട്ട് ഞങ്ങൾ മുതിരണില്ലല്ലേ തന്നെ. ഇതിനെ കൊക്ക് പിടിക്കാനുള്ളതാ. ഓ എന്താടാ ഇത്, ഇത് എന്ത് സാധനം ഇത്? കോലാനാണ്. ആ കോലാനാ. അതെ, നല്ല രസമുണ്ട്. 2 കിട്ടും. ആൻ്റപ്പന് കൊടുക്കാം.
ഇന്നലെ ഈ പാടത്ത് മീനിൻ്റെ ചാകരയായിരുന്നു. ഇത്രയും വെള്ളം ഉണ്ടായിരുന്നുള്ള മീനുകൾ ഇങ്ങനെ നിറഞ്ഞ് കിടക്കണമായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ല, ഞങ്ങൾക്ക് വരാൻ പറ്റില്ല. പിടിച്ചവരൊക്കെ ലോഡ് കണക്കിന് കൊണ്ടുപോയത് ഞങ്ങൾ കണ്ടത്. ആ ഇതെല്ലാം കോലാനായത് തന്നെ. ഏതന്നെ കരിമീനെ തന്നെ ഞാൻ പിടിക്കുവാ, നീ പിടിക്കുവാ? കരിമീൻ ഞാൻ പിടിക്കട്ടെ? എനിക്ക് ഏ നിൽക്കണ് പതിക്കെ ഓടിച്ച് കളിക്കില്ല, നമ്മൾ എടുക്കാൻ പറ്റില്ല. അത് തന്നെ തലവഴി പൊത്തവനാ കളയല്ലേ. ഞാൻ പിടിക്കാം. പിടിച്ചാ പിന്നെ എങ്ങരുത്. അങ്ങനെ ഇടയ്ക്കൊക്കെ ഞങ്ങൾക്ക് ഒരേ കരിമീൻ കിട്ടാണ്ട് കേട്ടോ. തന്നെ രാവിലെ എഴുന്നിട്ട് ഒരു 10 മിനിറ്റിങ്ങനെ ചെളിയിൽ കൂടി നടന്നുണ്ടല്ലേ, വേറെ ഒന്നും ചെയ്യണ്ട. വിഷമിച്ചടാ എടോ, ആലോചിച്ചടാ വല്ല മീനും കിട്ടിയാ? ഇന്നലെ എന്ത് മീനായിരുന്നു, ഇന്നൊന്നും ഇല്ലേ? അയ്യോ നടക്ക് കയറായതാണേ. ഞാൻ വല്ല കരയിൽ കയറിയിട്ട് ഓട്ടോ വിളിച്ച് പോകാൻ പോണേ. അമ്മോ വിഷമിച്ച് കയറ്, റോഡിൽ കയറി. ഒരു കാല് വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ല, നല്ല എനർജി എടുത്ത് ചിലവാക്കണം അതിൽ വലിച്ചെടുത്ത് പോകാനായിട്ട്. വെള്ളം ഉണ്ടെങ്കിൽ ഇതിൽ സുഖമാണ്. പക്ഷെ ഏതാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയെന്ന് തോന്നുന്നത്. ഇതിനകത്തെങ്കിലും 2 മീനുണ്ടാക്കി പിടിക്കായിരുന്നു. കുന്തം എന്താ സുഖമല്ലേ ഇപ്പം? ചങ്ങലയിട്ട് വലിച്ച് നമ്മളെ കാല് ഇവ റോഡേ കൂടെയാണ് നമ്മൾ നല്ല സുഖമെന്ന്. നേരത്തെ ഇപ്പോൾ ചങ്ങലയിട്ട് നമ്മളെ പുറകിൽ നിന്ന് വലിക്കണ പോലെയായിരുന്നു, കാലയിൽ നിന്ന് ഇങ്ങനെ വലിച്ചു പിടിക്കണ പോലെയായിരുന്നു. മുട്ട് വരെ താന്നു പോകും. ഇനിയിപ്പോൾ ഒരു 6 മാസം ഇങ്ങനെ വെറുതെ കിടക്കും കേട്ടോ. അത് പക്ഷേ വെള്ളം ചിലപ്പോൾ അതിന് മുന്നേ കയറാൻ ചാൻസ് ഉണ്ട്. സാധാരണ ഉണക്കിയൊക്കെ ഇടുന്നതാണ്. ചിലപ്പോൾ ഉണങ്ങും, അല്ലെങ്കിൽ ചില ചെറിയ പൊട്ടിയിട്ട് വെള്ളം കയറും. വെള്ളം കയറിയാൽ മീനുകളൊക്കെ വീണ്ടും വരും, നമുക്ക് മീൻ പിടിക്കാം. കറി വെക്കാനുള്ള മീനൊക്കെ ഞങ്ങൾ പിടിച്ചു. അല്ല മീൻ ഞങ്ങളുടെ കളി കറി വെക്കാനുള്ള മീൻ പിടിച്ച്. ആദ്യമായിട്ടാണ് ഇത്ര ദാരിദ്ര്യത്തിൽ നമ്മൾ മീൻ പിടിക്കാൻ പോയിട്ട് മുന്നതല്ലേ തന്നെ. ഈ ഇന്നലെ നല്ല മീനുണ്ടായിരുന്നു അമ്മച്ചി. ഇന്ന് എല്ലാം തീർന്നു കഴിഞ്ഞല്ലേ ചെന്നേക്കണത്. അപ്പം ഇന്നലെ അവിടെ ആളുകൾ പെറുക്കിയൊക്കെ എടുക്കണമായിരുന്നു. മീനിൻ്റെ ലോഡായിരുന്നു. അതുകൊണ്ടിട്ടാണ് ഏതാ വിളിച്ചപ്പോൾ എന്നാൽ ശരി പോകാമെന്നും പറഞ്ഞ് പോയത്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെമ്മീൻ കെട്ടി, ഞങ്ങളുടെ തന്നെ ചെമ്മീൻ കെട്ടി വന്നിട്ട് എത്ര മീനെ പിടിച്ചടാ? 10-15 പിടിച്ചിട്ടുണ്ട്. 10-15 കരിമീനെ ഞങ്ങൾ പിടിച്ച് പിന്നെ അവിടെ കെട്ടിയിട്ടാണ്. അത് ഞങ്ങൾ പിടിയൊന്നും കൊടുത്തില്ല, അത് ഞങ്ങൾ അവിടെ കെട്ടിയിട്ടുണ്ട്. എന്നിട്ടാണ് ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് പോകുന്നത്. ആൻ്റെ പെണ്ണത് കൊടുത്തോ? ആൻ്റെ പെൺ പോയാ? അപ്പം ടാറ്റ ബൈ ബൈ. ഓക്കെ എന്നാ ചെറുതാക്കി കൊടു, ചെറുതേ അവന് കഴിക്കാൻ പറ്റുള്ളൂ.